കോൺവെൻറ്റ് സ്കൂളിൽ രാഷ്ട്രീയ പ്രവർത്തനം പറ്റില്ല. എൻ്റെ വീട്ടിൽ ഭയങ്കര പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എൻ്റെ ചേട്ടന്മാർ എല്ലാവരും ഭയങ്കര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു മൂത്ത ബ്രദറിന്. അതിനു മുമ്പ് തന്നെ എനിക്ക് മെനാർക്കി വന്ന സമയത്ത് ആണ് ഞാൻ ഇതിൻ്റെ ഒരു എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റെസിസ്റ്റൻസ് അറിയാതെ വന്നു പോകുന്നത്. നിലനിൽക്കുന്ന സിസ്റ്റത്തോട്, ഈ പറയുന്ന ഒരു ടാബുവിനോട് ഞാൻ നടത്തിയൊരു കലാപം പബ്ലിക്കായിട്ടല്ല, അതെനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ ഉള്ളിൽ തന്നെ അത് ആദ്യം ആ പരീക്ഷണം നടക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചിമാരൊക്കെ എന്തിനാ ഇതിങ്ങനെ അനുസരിക്കണത് വിധേയത്വത്തോട് കൂടിയിട്ട്? എനിക്ക് വിഷമം തോന്നാറുണ്ട് അവരുടെ കാര്യം. അതുപോലെ അവരുടെ കല്യാണം അന്വേഷിച്ചു വരുന്നു, പെണ്ണ് അന്വേഷിച്ചു വരുന്നു, സ്ത്രീധനം ചോദിക്കുന്നു, ജാതകം നോക്കുന്നു, ചടങ്ങുകളോട് കൂടി കല്യാണം കഴിക്കുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. എന്നെ അങ്ങനെ ചീത്ത പറഞ്ഞതായിട്ടോ അടിച്ചതായിട്ടോ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ തൊട്ട് മുകളിലുള്ള ചേട്ടൻ്റെ കാര്യം മാറ്റി വെച്ചാൽ ബാക്കി ആരും എന്നെ ചീത്ത പറയുമോ അടിക്കുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടേക്ക് ഓർമ്മയില്ല. അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയാണ്. അപ്പം എനിക്ക് 3 മാസമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. എനിക്ക് 3 മൂത്ത ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സ്. എല്ലാവരും എൻ്റെ മൂത്തതായതുകൊണ്ട് കുട്ടിക്കാലം മുതൽ എന്നെ വല്ലാതെ ഓമനിച്ചിട്ട് ആണ് വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വലിയ ഒരു ഫ്രീഡം തോന്നിയിട്ടുണ്ട്. കുട്ടി എന്നുള്ള നിലയിൽ എല്ലാവരുടെയും സ്നേഹവും വാത്സല്യവും അത് ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇളയ ബ്രദർ, എൻ്റെ തൊട്ട് മുകളിലുള്ള 2 വയസ്സ് വ്യത്യാസമല്ലേ ഞങ്ങൾ പ്രായത്തിൽ. ഞാൻ മുതിർന്ന് വരുന്നതോട് കൂടിയിട്ട് ഞാൻ പാടും നന്നായിട്ട്. അപ്പം എനിക്ക് ഭയങ്കര അറ്റൻഷൻ കിട്ടും. എല്ലായിടത്ത് ചെന്നാലും പാടുന്ന കുട്ടികൾക്കൊരു അറ്റൻഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഡാൻസ് ചെയ്യും. അപ്പം എവിടെ പോയാലും ബന്ധുവീടുകളിലൊക്കെ പോയാലും എല്ലാവരുടെയും ഈ പറഞ്ഞതുപോലെയുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്ക് കിട്ടും. അപ്പം കുറച്ച് കഴിയുന്നതോട് കൂടിയിട്ട് ഞാൻ മുതിർന്ന് വരുന്നതോട് കൂടിയിട്ട് എൻ്റെ ചിന്തകളിൽ എന്നെ ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല, ആരും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല ഒന്നിനും. സ്കൂളിലാണെങ്കിലും അതെ, പഠിക്കുന്ന കുട്ടിയായതുകൊണ്ടായിരിക്കാം, പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി അതുപോലെ പാടും ഒക്കെ ചെയ്യുന്നതുകൊണ്ടും കൂടി ആയിരിക്കും എനിക്ക് ഒരു ബുദ്ധിമുട്ടും എവിടെ നിന്നും ഉണ്ടായിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്ത്. പിന്നെ അച്ഛൻ ഫിഗർ എന്ന് പറയുന്നത് ഇല്ല. പിന്നെ എൻ്റെ മൂത്ത 2 ബ്രദേഴ്സ് ആണെങ്കിൽ അവർ മുതിർന്ന് വരുമ്പോഴേക്കും അവർ ജോലി, അച്ഛനില്ലാത്ത വീട്ടിലെ ഉത്തരവാദിത്തം മുഴുവൻ അവർക്കായതുകൊണ്ട്, സാമ്പത്തിക ഉത്തരവാദിത്തം, അവരും ജോലിക്കായിട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ ഒരു മുതിർന്ന പുരുഷന്മാരുടെ ഒരു സാന്നിധ്യം എപ്പോഴും വീട്ടിലുണ്ടായിട്ടില്ല. പിന്നെയുള്ളത് എൻ്റെ തൊട്ട് മുകളിലുള്ള ബ്രദറാണ്. കുട്ടിക്കാലത്ത് തന്നെ അവൻ ചെറുതായിട്ട് എന്താ പറയുക, ഈ ഉപദ്രവിക്കുക, വികൃതി കാണിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മളതിലേക്ക് കടന്നു പോകുമ്പോഴേക്കും ഇങ്ങനെ തലമടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ എനിക്ക് അപ്പം തന്നെ അത് ഇഷ്ടാവുന്നില്ല. ബുള്ളി ചെയ്യണ പോലെ അതെനിക്ക് അപ്പം തന്നെ ഇഷ്ടമല്ല. പിന്നെ എല്ലാവരും വിചാരിക്കുമ്പോൾ അതൊരു കുട്ടികളുടെ കളി എന്നുള്ള രീതിയിലേ കണക്കാക്കുള്ളൂ. പക്ഷെ മുതിർന്ന് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു കുട്ടിക്കളി അല്ല എന്നും അതൊരു ആൺകുട്ടി എന്നുള്ള നിലയിൽ എടുക്കുന്ന ഒരു പ്രിവിലേജ് ആണെന്നും എനിക്കത് മനസ്സിലായി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചത് ഞാൻ 4ാം ക്ലാസ് വരെ ഗവൺമെൻറ് സ്കൂളിലും 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. കോൺവെൻറ്റ് സ്കൂളിൽ രാഷ്ട്രീയ പ്രവർത്തനം പറ്റില്ല. എൻ്റെ വീട്ടിൽ ഭയങ്കര പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എൻ്റെ ചേട്ടന്മാർ എല്ലാവരും ഭയങ്കര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു മൂത്ത ബ്രദറിന്, 2ാമത്തെ ഏട്ടനും അതെ. അതുപോലെ തന്നെ കലയുമായിട്ട് നല്ല
ബന്ധം, വായന, ഇതെല്ലാം ഉള്ള വീടാണ്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ബ്രദറിന് ഇതൊന്നുമില്ല കേട്ടോ. മൂത്ത 2 ചേട്ടന്മാർ, അതിൽ മൂത്തേട്ടനാണെങ്കിൽ അവിടെ നാട്ടിലെ KSYFൻ്റെ സ്ഥാപകനായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പം SFI ചേച്ചിമാരെയൊക്കെ SFIയിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ എൻ്റെ ഈ ചേട്ടനാണ്. അപ്പോൾ വീട് മൊത്തം SFI അല്ലെങ്കിൽ പാർട്ടി എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. എൻ്റെ അമ്മാവൻ, ഒരമ്മാവനേ ഉള്ളൂ. അമ്മാവൻ കമ്മ്യൂണിസ്റ്റാണ്, അച്ഛൻ കോൺഗ്രസ്സാണ്, ഗാന്ധിയനാണ്. അപ്പം ഇത് രണ്ടും മാത്രമേ ഉള്ളൂ അന്നിപ്പോൾ ഈ BJP എന്ന് പറയുന്നതൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പം ഞാൻ കുഞ്ഞിലേ തന്നെ കമ്മ്യൂണിസ്റ്റായിട്ട് ആണ് എന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ ചേട്ടന്മാരൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. അപ്പം എനിക്ക് ഗവൺമെൻറ് സ്കൂളിൽ രാഷ്ട്രീയ പ്രവർത്തനം പറ്റാത്തത് കൊണ്ട് എനിക്ക് വലിയ വിഷമമായിരുന്നു. കാരണം എൻ്റെ ചേച്ചിമാരും ഒക്കെ ഇലക്ഷന് സ്കൂളിൽ നിൽക്കുന്നു, മത്സരിക്കുന്നു. അപ്പം എനിക്ക് മാത്രം പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ഡിഗ്രിക്ക്, അന്ന് പ്രീ ഡിഗ്രിയാണ്, ഞാൻ കോളേജിൽ ചേരുന്നതോട് കൂടിയിട്ട് ഞാൻ പിന്നെ SFIയിൽ ആക്റ്റീവ് ആവുന്നുണ്ട്. അവിടെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്, യൂണിയൻ മെമ്പർ ആവുന്നുണ്ട്. ഒപ്പം തന്നെ പാടുകയും കോളേജിലെ ബെസ്റ്റ് സിംഗറായിരുന്നു. അപ്പം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ചേട്ടന്മാർക്ക്, മൂത്ത 2 ചേട്ടന്മാർക്കും വലിയ ഇഷ്ടമാണ്. എന്നെ ആദ്യം പ്രസംഗിക്കാനൊക്കെ കൊണ്ടുപോകുന്ന എൻ്റെ ചേട്ടനാണ്. അപ്പം അപ്പോഴൊന്നും ഞാനങ്ങനെ പാട്രിയാർക്കി എന്താണെന്ന് ഞാനങ്ങനെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അറിഞ്ഞത് ആദ്യമായിട്ട് 16-17 വയസ്സിലാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആണെങ്കിലും ശബരിമലയ്ക്ക് പോകും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകും സീസണായി കഴിഞ്ഞാൽ. ആ സമയത്ത് പീരീഡ്സ് ആവുമ്പോൾ പെൺകുട്ടികൾക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതിന് മുമ്പ് തന്നെ എനിക്ക് മെനാർക്കി വന്ന സമയത്ത് ആണ് ഞാൻ ഇതിൻ്റെ ഒരു എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റെസിസ്റ്റൻസ് അറിയാതെ വന്നു പോകുന്നത്. അതായത് എൻ്റെ വീട്ടിലെ ഒരു തെക്കേ മുറി എന്ന് പറയും ഞങ്ങൾ. ആ മുറിയിൽ പായ ഇട്ടിട്ട് അതിനരികിലൊക്കെ ഇങ്ങനെ നെല്ല് കൊണ്ടൊക്കെ ഇങ്ങനെ അതിരിട്ട് വിളക്ക് വെച്ച് എന്നെ അവിടെ കിടത്തി. അവിടുന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. പിന്നെ ഭക്ഷണം പാത്രത്തിൽ അമ്മ വാതിൽക്കൽ കൊണ്ടുവയ്ക്കും, നമ്മൾ കഴിച്ചിട്ട് അത് അവിടെ വെക്കണം. പിന്നെ ആ സമയത്ത് പെരിങ്ങോട്ടുകര ആണ് എൻ്റെ വീട്. അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് കുറേ ബന്ധുക്കൾ ആയിട്ടോ ചേട്ടന്മാരൊക്കെ വണ്ടിയിൽ, അവരെല്ലാ വർഷവും വന്ന് പോകുന്നതാണ്. അങ്ങനെ അവർ വന്നപ്പോൾ അതിൽ ഒരു യങ്ങർ ബ്രദറുണ്ട്. ആ ചേട്ടൻ വന്നിട്ട് എന്നെ പേര് വിളിച്ച് അന്വേഷിക്കുകയാണ്. അപ്പം അമ്മ പറയണ്ട അവൾ കിടക്കുകയാണെന്ന് പറയണ്ട. അപ്പോൾ അവളെന്താ കിടക്കണേന്ന് ചോദിച്ചിട്ട് ആ മുറിയിലേക്ക് വന്നപ്പോൾ അമ്മ സമ്മതിച്ചില്ല വരാനായിട്ട്. അപ്പോൾ എനിക്ക് അതൊരു ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നി. എനിക്ക് പൂരത്തിന് പോകാൻ പറ്റുന്നില്ല, ഉത്സവത്തിന് പോകാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എനിക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കണം. പിന്നെ അമ്മ ഇങ്ങനെ പാത്രം കൊണ്ടുവച്ച് ഇങ്ങനെ തൊടാണ്ടെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, ഒരു അയിത്തമുള്ളതുപോലെ ആദ്യമായിട്ട് ഫീൽ ചെയ്തത് എനിക്ക് അപ്പോഴാണ്. എന്തോ സംഭവിച്ചു എന്നെനിക്ക് തോന്നിയത്. പിന്നെ ഇതേ കാരണത്താൽ തന്നെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു സമരമുറ വീട്ടിലെടുക്കുന്നത്. ഈ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് മൂത്ത 2 ചേച്ചിമാരും ബന്ധുവീട്ടിൽ പോയി നിൽക്കും ഈ സമയം 7 ദിവസം. ഞാൻ പീരീഡ്സ് ആയ സമയത്ത് ഞാൻ പോയില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടി എന്താ പറയുക, ഇളയതായതുകൊണ്ട് എൻ്റെ വാശികൾക്ക് എതിര് പറയാൻ ആർക്കും പറ്റണില്ല. സ്നേഹം കൊണ്ടാണത്. അപ്പോൾ ഒരു കോംപ്രമൈസിലെത്തിയവരെല്ലാവരും എന്നെ വീട്ടിൽ തന്നെ താമസിപ്പിക്കാം, അതേ മുറിയിൽ ഞാൻ പുറത്തിറങ്ങരുത്. അപ്പോൾ അതൊരു വലിയ വിജയമായിരുന്നു. കാരണം ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, ആ കാലത്ത് അങ്ങനെയാണ്. പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കാണാനേ പാടില്ല, അയ്യപ്പന്മാരെന്നല്ലേ പറയാം. അവർ വരുന്ന ഭാഗത്ത് നമ്മൾ നിൽക്കാൻ പാടില്ല, അവർ നമ്മളെ കാണാൻ പാടില്ല. പക്ഷേ ആദ്യത്തെ എൻ്റെ സമരവും വിജയവും അതായിരുന്നു എന്ന് തോന്നുന്നു. എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് 3ാമത്തെ ഇവൻറ്റും ഉണ്ടാവുന്നത്. പീരീഡ്സ് ആയ സമയത്ത് ഞാൻ നാട്ടിക SN കോളേജിലാണ് പഠിച്ചിരുന്നത്. അവിടെ തൃപ്രയാർ അമ്പലം അവിടെയാണ്, ശ്രീരാമൻ്റെ അമ്പലമാണ്. പീരീഡ്സ് ആയ സമയത്ത് അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് നടന്ന് വരാവുന്ന ദൂരമുള്ളൂ. ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ നമ്മളെ വളർത്തുന്നത് ഇങ്ങനെ പീരീഡ്സ് ആവുന്ന സമയത്ത് അമ്പലത്തിലൊന്നും പോകാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ പോയി. എന്നെ സംബന്ധിച്ച് അതിൽ ഒരു കഥയുമില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ആർത്തവം അങ്ങനെ ഒരു ഐത്തുള്ള സാധനമാണെന്ന് എനിക്ക്
ഞാൻ വിചാരിച്ചിട്ടില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. 17 വയസ്സേ ഉള്ളൂ ശരിക്കും. അങ്ങനെയുള്ള സമയത്ത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും പറ്റും, ദുരന്തം പറ്റും എന്നൊക്കെയാണല്ലോ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊന്നും പറ്റിയില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ സമരം ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു. ശരീരത്തിൻ്റെ, നമ്മുടെ എന്താ പറയുക, പ്രൈഡ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, അതിന് മേൽ നടത്തുന്ന നിയന്ത്രണം, മൈത്തം, അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് എൻ്റെ ആദ്യത്തെ ഒരു സമരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരിച്ചറിവ് എന്ന് പറയുന്നത്. അതെന്താ വെച്ചാൽ പീരീഡ്സ് ആണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അമ്പലത്തിൽ പോയി എന്നുള്ളത് അമ്മയോടും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ തകർന്ന് ചിലപ്പോൾ ഹൃദയസ്തംഭനം വരും. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അത് എൻ്റെ ഉള്ളിൽ തന്നെ നടത്തിയ ഒരു വലിയ എന്താ പറയുക, അന്വേഷണം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിലനിൽക്കുന്ന സിസ്റ്റത്തോട്, ഈ പറയുന്ന ഒരു ടാബുവിനോട് ഞാൻ നടത്തിയൊരു കലാപം. പബ്ലിക്കായിട്ടല്ല. അതെനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ ഉള്ളിൽ തന്നെ അത് ആദ്യം ആ പരീക്ഷണം നടക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല, മരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്ന കൺവിക്ഷൻ, നമുക്കൊരു ബോധ്യം വരണമല്ലോ, ഇങ്ങനെ ചെയ്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. അത് പ്രധാനമാണ്. ആദ്യം ഉള്ളിൽ തന്നെയുള്ളൊരു അന്വേഷണവും നടപ്പിലാക്കലും ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ സമയത്തൊന്നും അങ്ങനെ ഞാനിങ്ങനെ ഒരു ഭയങ്കര കലാപകാരിയൊന്നുമല്ല, ഞാൻ ഫെമിനിസ്റ്റുമല്ല, ഒന്നുമല്ല. പക്ഷെ ഇത് ഞാൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം, വീട്ടിൽ നിന്ന് പോയി വരാനുള്ള ഒരു ഏറ്റവും എളുപ്പമുള്ള കോളേജ് നാട്ടികസൻ കോളേജാണ്. അത് തൃപ്രയാർ നാട്ടികയാണ്. എൻ്റെ വീട് പെരിങ്ങോട്ട് വരെയാണ്. അപ്പോൾ ബസ്സിൽ പോയിട്ട് എന്താ പറയുക, ഒരു 10-15 മിനിറ്റ് മതി അവിടെ എത്താന്ന് വെച്ചാൽ. അപ്പോൾ പിന്നെ മലയാളം പഠിക്കണമെങ്കിൽ സിറ്റിയിലേക്ക് വരണം. അതൊരു 20 കിലോമീറ്റർ ദൂരമുണ്ട്. കേളർമ കോളേജിലാണെന്ന് MA മലയാളം ഉള്ളത് ഡിഗ്രിക്ക്. അപ്പോൾ എനിക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട്, പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് സയൻസ് ഗ്രൂപ്പേ എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. കണക്ക് എനിക്ക് തീരെ ഇഷ്ടമല്ല, മാത്സ് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു, അത്രയേ ഉള്ളൂ. എനിക്ക് മലയാളം സാഹിത്യം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കണമെന്നായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഈ SN കോളേജിലില്ല. അപ്പോൾ എന്നെ അവിടെ കൊണ്ട് ചേർത്തിയത് ശരിയാ, എൻ്റെ ഇഷ്ടം ഇല്ലാത്ത ഒരു സബ്ജക്റ്റിൽ കൊണ്ട് എന്നെ ചേർത്തിയത് എൻ്റെ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ എൻ്റെ മൂവ്മെൻറ്റോ മൊബിലിറ്റിയോ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് വീട്ടുകാർ ചേർത്തിയതാണ്. എന്നെ തൃശ്ശൂർക്കൊന്നും വിടില്ലായിരുന്നു, കുറേ ദൂരമാണ്. അപ്പം നമ്മൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ചെറിയ അത്ര എന്താ പറയുക, അത്രയും ദൂരത്തിൽ ഒരു പെൺകുട്ടീനെ അന്ന് അങ്ങനെ വിടില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ യാത്ര തന്നെയുണ്ട്. അത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു വലിയ ശരീരം എന്ന് പറയുന്നത്, അതിൻ്റെ മുകളിലുള്ള ഈ നിയന്ത്രണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വളരെ ജെനുവിനായിട്ട് എൻ്റെ ഉള്ളിൽ അതിനോട് എപ്പോഴും ഒരു കലാപം, റെസിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വരുന്ന സംഗതികളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ചേച്ചിമാരൊക്കെ എന്തിനാണ് ഇതിങ്ങനെ അനുസരിക്കണത് വിധേയത്വത്തോട് കൂടിയിട്ട്? എനിക്ക് വിഷമം തോന്നാറുണ്ട് അവരുടെ കാര്യം. അതുപോലെ അവരുടെ കല്യാണം അന്വേഷിച്ചു വരുന്നു, പെണ്ണ് അന്വേഷിച്ചു വരുന്നു, സ്ത്രീധനം ചോദിക്കുന്നു, ജാതകം നോക്കുന്നു, ചടങ്ങുകളോട് കൂടി കല്യാണം കഴിക്കുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊന്നും കല്യാണം കഴിക്കില്ല, ഒരു അറേഞ്ച്ഡ് മാരേജ് ഒന്നും ഞാൻ കഴിക്കില്ല, പ്രേമിച്ചിട്ടേ കല്യാണം കഴിക്കുള്ളൂ, അതും ഈ സ്ത്രീധനം ഒന്നും കൊടുക്കില്ല, ജാതകം നോക്കില്ല, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ അപ്പോഴേ ഉണ്ടായിരുന്നു. കാരണം ഇവർ ഇങ്ങനെ ചായയും കൊണ്ട് കൊടുക്കണത് അങ്ങനെ കാണുമല്ലേ. അപ്പം ചിലർക്ക് പെൺകുട്ടീനെ ഇഷ്ടമാവും. എൻ്റെ രണ്ടാമത്തെ ചേച്ചിക്ക് പൂച്ചക്കണ്ണുണ്ട്, നല്ല ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് അങ്ങനത്തെ നീലക്കണ്ണൊക്കെ ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത് നോക്കി വരും. പക്ഷെ പണ്ട് അങ്ങനെയല്ല, പണ്ട് ഇങ്ങനെ കറുത്ത കണ്ണ് വേണം, കറുത്ത എന്താ പറയുക. അപ്പോൾ അതിൻ്റെ പേരിൽ ചില കല്യാണാലോചനകൾ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവളെ കാണാനാണെങ്കിൽ അതിസുന്ദരിയാണ്, ഈ കണ്ണിൻ്റെ നിറത്തിൻ്റെ പേര് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിക്കുമ്പോൾ ഇത് സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് എന്താ?
ഈ കല്യാണത്തിൻ്റെ പൊരുത്തം എന്ന് പറയുന്നത് എന്താ? അപ്പോൾ ഇവക്ക് ചെറുക്കന്മാരെ ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതൊന്നും ആരും ചോദിക്കുന്നില്ല. അത് മറ്റുള്ളവരുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വിവാഹം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു രീതി ഞാൻ പാലിക്കില്ല, എനിക്ക് വേണ്ട എന്ന് ഉള്ളിൽ തന്നെ അത് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇപ്പം അങ്ങനെ ചോദിക്കുമ്പോഴേ ഞാൻ മനസ്സിലാക്കുന്നത് ശരീരവുമായിട്ടും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഞാൻ ആദ്യമേ ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോഴും ഞാൻ ഫെമിനിസ്റ്റ് ആയിട്ടില്ല. ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സത്യത്തിലൊരു എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആദ്യത്തെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. അപ്പോഴത്തേക്കും 22 വയസ്സോ 23 വയസ്സൊക്കെ ആവാറായിട്ടില്ലേ, അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതുവരെയും ഇങ്ങനെയാണ് ആർത്തവം, അതുപോലെ വിവാഹം, ചടങ്ങുകൾ, ആചാരം, അതിനോടുള്ളൊരു എതിർപ്പ് എന്നുള്ള രീതിയിലാണ്. എൻ്റെ അമ്മ എന്താ പറയുക, വലിയ സ്നേഹം ഉള്ള ഒരാളായിരുന്നു. അമ്മ വളരെ സ്പിരിച്വലായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് അമ്മയുടെ ഒരു വിൽ പവർ വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇത്രയും സ്നേഹമുള്ളൊരു അമ്മയെ അധികം ഒന്നും ആർക്കും കിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ പുറത്ത് അമ്മ എന്തും എൻ്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യും. എനിക്ക് തോന്നുന്നു എല്ലാ മക്കളുടെ അടുത്ത് അമ്മ ഇങ്ങനെ ചെയ്യും. ഞാനാണല്ലോ കുറച്ചും കൂടിയും വാശി, ഇത്തരം കാര്യങ്ങളിൽ വാശി. പിന്നെ എന്നോട് സവിശേഷ സ്നേഹം വാത്സല്യം തോന്നുന്നത് ഒരു പക്ഷേ ഞാനിങ്ങനെ മിടുക്കിയായതുകൊണ്ടായിരിക്കും. എല്ലാവരുടെയും ഓമനയായത്, പഠിക്കുകയും അങ്ങനെ എല്ലാം ചെയ്യുന്നത് കൊണ്ടായിരിക്കും. പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നാട്ടിലും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. നാട്ടിൽ ലൈബ്രറിയോട് ചേർന്നിട്ട് വാർഷികം ഉണ്ടാകുമ്പോൾ നാടകം ചെയ്യും. അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ റിഹേഴ്സലൊക്കെ ചെയ്യാം. ചേട്ടൻ അഭിനയിക്കും, ചേട്ടൻ്റെ ഏട്ടന്മാരും അഭിനയിക്കുകയൊക്കെ ചെയ്യും. എന്നെ അങ്ങനെ ചീത്ത പറഞ്ഞതായിട്ടോ അടിച്ചതായിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ തൊട്ട് മുകളിലുള്ള ചേട്ടൻ്റെ കാര്യം മാറ്റി വെച്ചാൽ ബാക്കി ആരും എന്നെ ചീത്ത പറയുമോ അടിക്കുമോ അങ്ങനെയൊന്നും ചെയ്തിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നതൊക്കെ അനുവദിച്ചു തരുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അന്ന് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പോയില്ല എന്ന് പറഞ്ഞപ്പോൾ അനുവദിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എന്നെ ചീത്ത പറയുമോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർ നിസ്സഹായമായി പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്നേഹം കൊണ്ട്. ആകെ കൂടെ ഞാൻ വാശി പിടിക്കാതിരുന്നത് ഡിഗ്രിക്ക് എനിക്ക് കല്ലർമേലേക്ക് പോകണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ടില്ല. വാശി പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ വിടുമായിരുന്നു. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സയൻസ് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ടാവും ഞാൻ വാശി പിടിക്കാതിരുന്നത്.